വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ, ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ, അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? അപ്പൊ അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇത്രയും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ, കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത്, ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത്, ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ അവരാരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും, RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അപ്പൊ ഞങ്ങൾ ചോദിച്ചതാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അത് മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പൊ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം എന്ന് പറഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ആ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2, ബഹുമാനപ്പെട്ട MLA, ഇവിടുത്തെ MLA ആരോഗ്യവകുപ്പ് മന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ നാട്ടുകാരാണല്ലോ ജയിലിൽ കിടന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അയ്യന്റെ സ്വർണം കട്ട കേസിൽ ജയിലിൽ പോയവർക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും മിണ്ടാൻ പറ്റാത്തത് എന്താ? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പത്തനംതിട്ട ജില്ലയുടെ നമ്മുടെ ഏറ്റവും സാംസ്കാരിക തനിമ ശബരിമലയാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ശബരിമലയിലെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതികളെ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല? ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പാർട്ടി ആണയിട്ട് പറയുമ്പോൾ, ആ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിലിൽ പോയവർ കുറ്റക്കാരല്ല എന്ന് പാർട്ടി എങ്ങനെയാ മനസ്സിലാക്കുന്നത്?